നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യക്കും വേൾഡ് കപ്പ് സെമി ഫൈനലിലും ഇടയ്ക്ക് 196 റൺസാണുള്ളത്. അത് അടിച്ചെടുക്കാൻ നമ്മുടെ ചുണക്കുട്ടികൾക്ക് കഴിയുമെന്ന പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ടോസ് ലഭിച്ച് നമ്മൾ ബോൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചതാണ്. വെസ്റ്റ് ഇൻഡീസ് ആദ്യം ബാറ്റ് ചെയ്ത് നിശ്ചിത 20 ഓവറുകളിൽ 4 വിക്കറ്റിന് 195 എന്ന മികച്ച സ്കോർ തന്നെ നേടിയിട്ടുണ്ട്. അവരിൽ ആരും അർദ്ധ സെഞ്ചുറി നേടിയിട്ടില്ല. പക്ഷേ എല്ലാവരും ബാറ്റ് കൊണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തപ്പോൾ മികച്ച സ്കോറിലേക്ക് എത്തുകയായിരുന്നു. ഷായ് ഹോപ്പും ചേസും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് മികച്ച രൂപത്തിൽ മുന്നോട്ട് പോയി. ക്യാച്ച് ഡ്രോപ്പിംഗ് ഒക്കെ സംഭവിച്ചു. എന്നാൽ പോലും അവർ നല്ല രൂപത്തിൽ തന്നെയാണ് പോയത്. 9ാമത്തെ ഓവറിൽ ഹോപ്പ് മടങ്ങുമ്പോഴേക്കും അവർക്ക് 68 റൺസായി കഴിഞ്ഞിരുന്നു. 33 പന്തിൽ നിന്ന് 3 ഫോറും 1 സിക്സും അടക്കം 32 റൺസാണ് ഹോപ്പ് എടുത്തത്. വരുൺ ചക്രവർത്തിയാണ് അദ്ദേഹത്തെ മടക്കി വിട്ടത്. ചേസ് നല്ല രൂപത്തിൽ തന്നെ മുന്നോട്ട് പോയി. കൂട്ടിന് ഹെറ്റ്മെയറും എത്തി. ഹെറ്റ്മെയർ 12 പന്തിൽ നിന്ന് 1 ഫോറും അതുപോലെ 2 സിക്സറും അടക്കം 27 റൺസ് അടിച്ചു. ബൂംറയുടെ പന്തിൽ സഞ്ജു സാംസൺ പിടിച്ച് പുറത്തായി. അപ്പോഴേക്കും സ്കോർ 100 കടന്നിരുന്നു. പിന്നാലെ ചേസ് മടങ്ങിപ്പോകുന്ന കാഴ്ച കണ്ടു. ചേസ് 25 പന്തുകളിൽ നിന്ന് 5 ഫോറും 1 സിക്സും അടക്കം 40 റൺസാണ് അടിച്ചത്. ബൂംറയുടെ പന്തിൽ സൂര്യകുമാർ യാദവ് പിടിച്ച് മടങ്ങുകയായിരുന്നു. റുദർഫോർഡ് 9 പന്തിൽ നിന്ന് 14 റൺസുമായിട്ട് മടങ്ങി. പക്ഷേ പിന്നീട് പവലും ജെയ്സൺ ഓൾഡറും ചേർന്നുള്ള കൂട്ടുകെട്ട് അതൊരു കിടിലൻ കൂട്ടുകെട്ടായിരുന്നു. അതാണ് അവരെ 195 റൺസിലേക്ക് എത്തിച്ചത്. അതിൽ അവസാനം പവൽ 19 പന്തിൽ നിന്ന് 3 ഫോറും 2 സിക്സും അടക്കം 34 റൺസ് അടിച്ചപ്പോൾ ജെയ്സൺ ഓൾഡർ 22 പന്തിൽ നിന്ന് 2 ഫോറും 3 സിക്സും അടക്കം 37 റൺസും അടിച്ചു. അങ്ങനെ 195 റൺസിലാണ് അവർ നിൽക്കുന്നത്. ഇന്ത്യക്ക് വിജയത്തിലേക്ക് പോകാൻ 196 റൺസ് വേണം. അത് നേടിയെങ്കിലേ നമുക്ക് സെമി ഫൈനലിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. മികച്ച രൂപത്തിൽ നമ്മുടെ ബാറ്റർമാർക്ക് സ്കോർ ചെയ്തെടുക്കാൻ കഴിയട്ടെ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.